ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവത്തെ വാസുദേവായ. ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് നമ്മളെ കർക്കിടക മാസമാണ്. അതുപോലെ ഇന്ന് കർക്കിടക ഭാവാണ്. അപ്പം ശ്രീരാമസ്വാമിയുടെ കഥയാണ് ഞാൻ പറയുന്നത്. നമുക്കറിയാം, ശ്രീരാമസ്വാമിയെ കുറിച്ച് പറയുമ്പോൾ അത് നമ്മൾക്ക് അദ്ദേഹത്തെ പറ്റി, ഭഗവാന്റെ ഒരു അംശാവതാരമാണ് ശ്രീരാമസ്വാമി, അല്ലെ? കാരണം ഭഗവാന്റെ പൂർണ്ണ അവതാരമാണെന്ന് പറയാമല്ലോ. ഭഗവാന്റെ പൂർണ്ണ അവതാരം എന്ന് പറയുന്നത് ഭഗവാന്റെ എല്ലാ തരത്തിലുള്ള, അതായത് ഭഗവാൻ സ്വയം ഭഗവാനെയാണ് പൂർണ്ണ അവതാരം എന്ന് പറയുന്നത്. അത് ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് പറയുന്നത് പൂർണ്ണ അവതാരമാണ്. എന്നുവെച്ചാൽ ഭഗവാന്റെ എല്ലാ ക്വാളിറ്റീസും അതിലുണ്ട്. പക്ഷെ ശ്രീരാമസ്വാമി അംശാവതാരമാണ്. കാരണം ചില കാര്യം, ഒരു മനുഷ്യ ജന്മം എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെയാണ് ശ്രീരാമസ്വാമി ജീവിച്ചിരുന്നത്. അതിന് ഒരുപാട് എക്സാമ്പിൾ അദ്ദേഹത്തിന്റെ നമുക്ക് രാമായണത്തിൽ തന്നെ അതിന് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഒരു മനുഷ്യൻ, അതുകൊണ്ട് ഭഗവാന്റെ കുറച്ച് ക്വാളിറ്റീസ് ഒന്നും അവിടെ ഇല്ല. അതേ ഒരു മര്യാദ പുരുഷോത്തമനാണ്. എന്നാൽ ശ്രീകൃഷ്ണ ഭഗവാൻ നോക്കുകയാണെങ്കിൽ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ഞാനാണ് ദൈവം. ഭഗവത്ഗീത പറയുന്നുണ്ട്, ഐ ആം ഗോഡ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ശ്രീരാമസ്വാമി ഒരിടത്തും ഞാൻ ദൈവമാണെന്നോ ഞാൻ ഭഗവാനാണെന്നോ ഒരിടത്തും പറയുന്നില്ല. അപ്പോ ശ്രീരാമസ്വാമിയുടെ വംശം എന്ന് പറയുന്നത്, ശ്രീരാമസ്വാമി ജനിച്ച വംശം എന്ന് പറയുന്നത് സൂര്യവംശമാണ്. അപ്പൊ സൂര്യവംശം ശ്രീരാമസ്വാമിയുടെ നമ്മള് നമ്മള് നമ്മുടെ പൂർവികര്, അതായത് നമ്മുടെ ആൻസിസ്റ്റേഴ്സ്, അച്ഛൻ അപ്പൂപ്പന്മാര്, അവരുടെ ക്വാളിറ്റീസ് എല്ലാം നമുക്കുണ്ടാവും, അല്ലെ? നമ്മളിൽ അടങ്ങിയിരിക്കുന്ന നമുക്ക് ചിലപ്പോൾ സ്പെഷ്യൽ ആയിട്ടുള്ള കഴിവുകൾക്കോ അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കോ, അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവ ഗുണങ്ങളില് നമ്മുടെ പൂർവികരുടെ എന്തെങ്കിലും ഇത് നമുക്ക് ഉണ്ടാവും. അതുപോലെ ശ്രീരാമസ്വാമിയുടെ സ്വഭാവം, ശ്രീരാമസ്വാമി തന്റെ ജീവിതത്തിൽ മുഴുവനും തന്റെ പൂർവികര് ചെയ്ത കാര്യങ്ങളാണ് ആ ജീവിതം മുഴുവൻ. അതായത് ഇപ്പം വനവാസത്തിന് പോവാൻ പറഞ്ഞു, അത് അതേപോലെ അനുസരിച്ചു. സീതാദേവി ഉപേക്ഷിക്കാൻ പറഞ്ഞു. അങ്ങനെ എല്ലാം തന്റെ പൂർവികര് ചെയ്ത ആ ഒരു സത്യസന്ധതയും ആ ഒരു മര്യാദയും ശ്രീരാമസ്വാമി അദ്ദേഹത്തിന്റെ ലൈഫിലും അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ പൂർവികരെ കുറിച്ചാണ് ഇനി നമ്മൾ അറിയേണ്ടത്. അങ്ങനെ അറിയുമ്പോൾ നമ്മൾ സൂര്യവംശത്തിന്റെ ആദ്യ ഘട്ടങ്ങളിലോട്ട് പോണം. അപ്പൊ ഇത് തുടങ്ങുന്നത് ബ്രഹ്മാവിൽ നിന്നാണ്. ബ്രഹ്മാവിന്റെ മകനായ അല്ലെങ്കിൽ ബ്രഹ്മാവ് സൃഷ്ടിച്ച മരീചി. അപ്പൊ ബ്രഹ്മാവ് ആണ് മരീചിയെ സൃഷ്ടിച്ചു. അപ്പൊ മരീചിയുടെ പുത്രനാണ് കശ്യപനെ നമുക്കറിയാം. അദ്ദേഹമാണ് ഈ മനുഷ്യ ജന്മത്തിന്റെ പിതാവെന്ന് നമ്മൾ പറയും. അപ്പം ബ്രഹ്മാവ്, മരീചി, കശ്യപനിൽ നിന്ന് വിവസ്വാൻ എന്ന് പറയുന്നത് സൂര്യദേവൻ, നമ്മുടെ സൂര്യദേവനാണ് കശ്യപിൽ നിന്ന് വരുന്നത്. സൂര്യദേവന്റെ പുത്രനാണ് ആര്? മനുവിന്റെ പുത്രൻ ഇഷാഹു. അപ്പം ഇങ്ങനെ ഈ പരമ്പര ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇതാണ് സൂര്യവംശത്തിന്റെ സ്റ്റാർട്ടിങ് വരുന്നത്. ആദ്യം ബ്രഹ്മാവിൽ തുടങ്ങി, പിന്നെ മരീചിയിൽ നിന്ന് കശ്യപിൽ നിന്ന് വിവസ്വാനിൽ നിന്ന് മനുവിൽ നിന്ന് ഇഷാഹു. അപ്പൊ ഇവരെല്ലാം ഇവർക്ക് കിട്ടിയ, ഇവരുടെ അച്ഛൻ ബ്രഹ്മാവ് ഉപദേശിച്ചു കൊടുത്ത ജ്ഞാനം ബ്രഹ്മാവ് മരീചിക്ക് കൊടുക്കുന്നു, മരീചി അത് കശ്യപന് കൊടുക്കുന്നു, കശ്യപൻ അത് സൂര്യദേവന് കൊടുക്കുന്നു, സൂര്യദേവൻ അത് മനുവിന് കൊടുക്കുന്നു. അപ്പൊ ഇവരെല്ലാം ഈ ബ്രഹ്മാണ്ഡം മുഴുവൻ ഭരിച്ചിരുന്ന രാജാക്കന്മാരായിരുന്നു ഇവരെല്ലാം. പിന്നീട് ഇക്ഷാഹുവിൽ നിന്ന് അടുത്ത പരമ്പര ഇങ്ങനെ വന്ന് അവസാനം സൂര്യവംശത്തിന്റെ 67ാമത്തെ രാജാവാണ്, അല്ലെങ്കിൽ 67ാമത്തെ രാജാവാണ് ശ്രീരാമസ്വാമി. 67ാമത്തെ സ്ഥാനമാണ് ശ്രീരാമസ്വാമിക്ക്. അപ്പോ അതിനിടയ്ക്ക് ഒരുപാട് രാജാക്കന്മാരുണ്ട്. അത് 67 കഴിഞ്ഞ അതിനു മുമ്പ് ദശരഥ മഹാരാജാവ്, അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ അച്ഛൻ, അതിനു മുമ്പ് രഘു, പിന്നെ ഇതിനിടയ്ക്കാണ് ആര് വരുന്നത്? ഹരിചന്ദ്ര മഹാരാജാവ്. അതായത് നമുക്കറിയാം, ഹരിചന്ദ്ര മഹാരാജന്റെ കഥ അറിയാം. അംബരീക്ഷ മഹാരാജന്റെയും ഹരിചന്ദ്ര മഹാരാജന്റെയും കഥ നമുക്കറിയാം. അങ്ങനെ ഹരിചന്ദ്ര മഹാരാജാവ്, അംബരീക്ഷ മഹാരാജ്, ഇങ്ങനെ ഒരുപാട് സത്യസന്ധമാരായിട്ടുള്ള രാജാക്കന്മാര്, അല്ലെങ്കിൽ നമ്മളെ മാതൃകയായിട്ട് പഠിക്കേണ്ട രാജാക്കന്മാര് ഇതിന്റെ ഇടയ്ക്കാണ് വരുന്നത്. അപ്പൊ ഇനി ഞാൻ പറയാൻ പോകുന്നത്
ഈ ദശരഥ മഹാരാജാവിന്റെ കഥ, അതായത് അദ്ദേഹം ഈ ഭൂമിയിൽ ജനിച്ച കഥയാണ്. അപ്പൊ ഈ പരമ്പരയിൽ നിന്ന് വന്ന് അവസാനം 64ാമത്തെ ആളാണ് രഘു എന്ന് പറയുന്നത്. രഘു എന്ന് പറയുന്നത് ദശരഥ മഹാരാജാവിന്റെ അപ്പുപ്പനാണ്, അദ്ദേഹത്തിന്റെ അപ്പുപ്പനാണ് രഘു എന്ന് പറയുന്നത്. അപ്പൊ ഈ രഘു അദ്ദേഹത്തിന്റെ മകനാണ് ആര്? അജൻ. അജൻ എന്ന് പറയുന്നത് ശരിക്കും ദേവലോകത്തിലെ ഒരു ഗന്ധർവനാണ് അദ്ദേഹം. അജൻ എന്ന് പറയുന്നത് ദേവലോകത്തിലെ ഒരു ഗന്ധർവനാണ്. അദ്ദേഹത്തിന്റെ പത്നിക്കും ഒരു ശാപം ലഭിക്കുകയാണ്. ആ ശാപം ലഭിച്ച അവർക്ക് ഭൂമിയില് ജന്മം എടുക്കേണ്ടി വരാണ്. അപ്പോ ഈ അവിടുത്തെ ആ ഗന്ധർവൻ, ദേവലോകത്തിലെ ആ ഗന്ധർവൻ ഭൂമിയിലെ അജൻ എന്ന രാജാവായിട്ട് രഘുവിന്റെ മകനായിട്ട് ജനിക്കുകയാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ പത്നി വിദർഭയിലെ രാജകുമാരിയായിട്ട് അദ്ദേഹത്തിന്റെ പത്നി ഇന്ദുമതി എന്ന പേരിൽ അദ്ദേഹത്തിന്റെ പത്നി വിദർഭയില് ജനിക്കുകയാണ്. അപ്പൊ ഇവരെ എന്താണ് സ്വയംവരം സ്വയംവര സമയത്ത് ഇത് അങ്ങനെ ഇവരുടെ ശാപമോക്ഷം എന്ന് പറയുന്നത്, ഇവർക്ക് ശാപം കിട്ടിയ സമയത്ത് ഇവർക്ക് ശാപമോക്ഷം കൊടുത്ത എന്താന്ന് പറഞ്ഞാല് ഇവരിൽ നിന്ന് ഒരു മകൻ ജനിക്കും. അത് ഈ ബ്രഹ്മാണ്ടത്തിന് തന്നെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു മനുഷ്യജന്മം ഇവരിൽ നിന്ന് ജനിക്കും. അങ്ങനെ ആ ഒരു മനുഷ്യജന്മം ജനിച്ചു കഴിയുമ്പോൾ ഇവർക്ക് രണ്ടർക്കും ശാപമോക്ഷം കിട്ടും. അതായിരുന്നു അവർക്ക് കിട്ടിയ ശാപമോക്ഷം. അങ്ങനെ ഈ രാജാവായ അജൻ വിദർഭയിലെ രാജകുമാരിയായ ഇന്ദുമതിയെ സ്വയംവരം ചെയ്യാണ്. അപ്പൊ അവിടെ ആ സദസ്സ് മുഴുവൻ രാജാക്കന്മാരുണ്ട്. അപ്പൊ ഈ സ്വയംവരം ചെയ്ത് രാജകുമാരിയെ സ്വയംവരം ചെയ്യുന്നത് ആ ചുറ്റുമുള്ള രാജാക്കന്മാർക്കൊന്നും ഇഷ്ടമല്ലായിരുന്നു. അപ്പൊ അവിടെ വെച്ച് തന്നെ എന്താണ് ഈ അജനെയും അതുപോലെ തന്നെ ഇന്ദുമതിയെയും കൊല്ലാൻ വേണ്ടി അവിടെ വെച്ച് തന്നെ ശ്രമിക്കും. പക്ഷെ അജൻ വന്നിട്ട് അദ്ദേഹത്തിന് വേറൊരു ഗന്ധർവൻ ഉപദേശിച്ചു കൊടുത്ത ഒരു മന്ത്രം ഉണ്ടായിരുന്നു. ആ മന്ത്രം കൊണ്ട് അവിടെ ഇരിക്കുന്ന എല്ലാവരെയും അദ്ദേഹം എന്താണ് ആ മന്ത്രത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ആ സദസ്സിരിക്കുന്ന അദ്ദേഹത്തിനെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ച എല്ലാവരെയും അദ്ദേഹം നിശബ്ദരാക്കി അവിടെ തന്നെ അങ്ങനെ നിർത്തിയേക്കും. അങ്ങനെ അജൻ ഇന്ദുമതിയെ വിവാഹം കഴിക്കുകയാണ്. വിവാഹം കഴിച്ച് കുറെ നാള് കഴിയുമ്പോഴത്തേക്കും ഇന്ദുമതി പ്രഗ്നന്റ് ആവാണ്. അപ്പം പ്രഗ്നന്റ് ആയി 10 മാസം തികയാറാവുന്ന സമയത്ത് അജനും ഇന്ദുമതിയും കൂടെ ഒരു സന്ധ്യാസമയത്ത് അജന്റെ പൂന്തോട്ടത്തില് കൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് നാരദ മുനി മുകളിലുകൂടെ, അതായത് അവര് പൂന്തോട്ടത്തിൽ നടക്കുകയാണ്. അപ്പൊ അതിന്റെ മുകളിലുകൂടെ നാരദ മുനി ഒരു പാരിജാത മാല ധരിച്ച് ഇങ്ങനെ പോവായിരുന്നു. അപ്പൊ ഇന്ദുമതിയുടെ മുകളിൽ കൂടെയാണ് പോകുന്ന സമയത്ത് ആ മാലയിൽ നിന്ന്, അതായത് ആ മാല അദ്ദേഹത്തിന്റെ കഴുത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു പാരിജാത മാല ഇന്ദുമതിയുടെ തലയിൽ വന്ന് വീഴും. അത് അദ്ദേഹത്തിന്റെ കഴുത്തിൽ നിന്ന് പൊട്ടി ഇന്ദുമതിയുടെ തലയിൽ വന്ന് വീഴും. അപ്പൊ ഈ വന്ന് വീഴുമ്പോ പെട്ടെന്ന് ആ ഒരു ഷോക്ക്, അതായത് ആ ഷോക്കില് ഇന്ദുമതി എന്ത് ചെയ്യും, അവിടെ തന്നെ പെട്ടെന്ന് ആ മാല മുകളിൽ വീണപ്പോ ആ ഒരു പേടിയില് ഷോക്കില് അവിടെ തന്നെ വീണ് മരിക്കുകയാണ് ഇന്ദുമതി. ആ ഒരു സ്പോട്ടിൽ തന്നെ വീണ് പെടഞ്ഞ് മരിക്കുകയാണ്. അപ്പൊ അവിടെ തന്നെ പ്രസവിക്കുകയും ചെയ്യാണ്. അങ്ങനെ ദശരഥ മഹാരാജാവിനെ അവിടെ തന്നെ വെച്ച് ദശരഥ മഹാരാജാവിനെ പ്രസവിക്കുകയാണ്. അപ്പൊ ഇന്ദുമതി വന്നിട്ട് അവിടെ തന്നെ വീണ് മരിക്കുകയാണ്. അപ്പൊ ഈ അജൻ രാജാവ് ഇന്ദുമതി എന്ന് പറഞ്ഞ തന്റെ പ്രാണനേക്കാളും ഏറെ ഇഷ്ടമാണ് ഇന്ദുമതിയെ. അപ്പൊ ഈ ഒരു ഇന്ദുമതിയുടെ മരണശേഷം അജൻ എന്ന് പറഞ്ഞ രാജാവ് ഡിപ്രഷൻ സ്റ്റേജിലോട്ട് പോകും. അപ്പൊ ഡിപ്രഷൻ സ്റ്റേജിലോട്ട് പോയി അങ്ങനെ അവിടെ വെച്ച് അജൻ രാജാവ് മരിക്കുകയാണ്. കാരണം അവരുടെ രണ്ടുപേരുടെയും, ഇന്ദുമതിയുടെയും അതുപോലെ തന്നെ അജൻ രാജാവിന്റെയും ഡ്യൂട്ടി അവിടെ കഴിയാണ്. കാരണം അവർക്ക് അവിടെ ശാപമോക്ഷം എന്ന് പറഞ്ഞാൽ അവരിൽ നിന്നൊരു പുത്രൻ ഉണ്ടാവുമ്പോ അവർക്ക് ശാപമോക്ഷം കിട്ടും. അങ്ങനെ അവരുടെ ഡ്യൂട്ടി അവിടെ കഴിയാണ്. അവർക്ക് രണ്ടുപേർക്ക് ശാപമോക്ഷം കിട്ടി അവർ തിരിച്ച് ദേവലോകത്തേക്ക് പോവാണ്. അപ്പൊ ഇനി ദശരഥ മഹാരാജാവ് ജനിക്കുമ്പോ തന്നെ അദ്ദേഹത്തിന് അച്ഛനും അമ്മയും ഇല്ല. അപ്പൊ അദ്ദേഹത്തിനെ വളർത്തിയത് വസിഷ്ഠ മുനിയും പത്നിയും കൂടെയാണ് അദ്ദേഹത്തിനെ വളർത്തിയതും ആയുധകലകളെല്ലാം പഠിപ്പിച്ചതും ഒരു നല്ല രാജാവ്, അദ്ദേഹം നമ്മുടെ ഭൂമിയിലെ ഒരു നല്ല രാജാവ് അദ്ദേഹം മാറുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം
വിവാഹപ്രായം സമയത്ത് അദ്ദേഹത്തിന് കൗസല്യ കൗസല്യ മഹാറാണിയെ വിവാഹം കഴിച്ചു കൊടുക്കുകയാണ്. കൗസല്യ മഹാറാണിയിൽ നിന്നും അദ്ദേഹത്തിന് ഒരു പുത്രി ജനിക്കുകയാണ്, ശാന്ത എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ശാന്ത എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ ശാന്ത എന്ന് പറയുന്ന ഒരു കഥാപാത്രം രാമായണത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ശ്രീരാമസ്വാമിയുടെ 4 ശ്രീരാമ ലക്ഷ്മണ ഭരത ശത്രുഘ്ന സഹോദരന്മാരുടെ ഒരു സഹോദരിയാണ് ശാന്ത എന്ന് പറയുന്നത്. മൂത്ത ചേച്ചിയാണ് ശാന്ത എന്ന് പറയുന്നത്. അപ്പൊ ശാന്ത പക്ഷെ വാൽമീകി രാമായണത്തിലോ അധ്യാത്മ രാമായണത്തിലോ ശാന്തയെ കുറിച്ച് ഒരിടത്തും പറഞ്ഞിട്ടില്ല. പക്ഷെ ശരിക്കും ശാന്ത എന്ന് പറഞ്ഞ ഒരു സഹോദരി അവർക്ക് ഉണ്ട്. അതായത് ദശരഥ മഹാരാജാവിന്റെ കൗസല്യ മഹാറാണിയുടെ ആദ്യ പുത്രിയാണ് ശാന്ത എന്ന് പറയുന്നത്. അപ്പൊ ശാന്ത ജനിക്കുന്ന സമയത്ത് ഇവർക്ക് ഒരു മുനി ശാന്ത ജനിക്കുകയാണ്. അപ്പൊ അത് കഴിഞ്ഞ് ഒരു മുനി വന്നിട്ട് ദശരഥ മഹാരാജാവിന് ഒരു വരം കൊടുത്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് 4 നല്ല പുത്രന്മാര് ജനിക്കുന്ന വരം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് കേട്ടപ്പോഴത്തേക്ക് ദശരഥ മഹാരാജാവിന് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ കൗസല്യ മഹാറാണിയുടെ എന്താണ് അനുജത്തി, അതായത് കൗസല്യ മഹാറാണിയുടെ സഹോദരിക്ക് ആ സഹോദരിക്കും ഭർത്താവിനും അവർക്ക് വന്നിട്ട് പുത്രന്മാരോ പുത്രിമാരോ ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് 4 പുത്രന്മാര് ജനിക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ഈ സഹോദരി കൗസല്യ മഹാറാണിയുടെ ശാന്തയെ തനിക്ക് വളർത്താൻ തരുമോ എന്ന് ചോദിക്കാം. അങ്ങനെ ശാന്തയെ സന്തോഷപൂർവ്വം അവര് ആ കൗസല്യ മഹാറാണിയുടെ അനുജത്തിക്കും ഭർത്താവിന്, അവിടുത്തെ രാജ കുടുംബത്തിന് വളർത്താൻ വേണ്ടി കൊടുക്കുകയാണ്. സഹോദരിയല്ലേ, അപ്പം കൊടുക്കാം. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് ഒരിക്കൽ ദശരഥ മഹാരാജാവ് മൃഗങ്ങളെ വേട്ടയാടാൻ വേണ്ടിയിട്ട് ഇറങ്ങാണ്. അപ്പൊ ഈ മൃഗങ്ങളെ വേട്ടയാടാൻ ഇറങ്ങുന്ന സമയത്ത് ദശരഥ മഹാരാജാവ് ഒരു കാട്ടിലെത്തുന്ന സമയത്ത്, കാരണം ഈ പണ്ട് ഇവര് യുദ്ധം, അതായത് നമുക്കിപ്പോ യുദ്ധം എന്ന് പറയുമ്പോ അവിടുത്തെ അന്ന് കാലങ്ങളിൽ എപ്പോ യുദ്ധം വരും എന്നൊന്നും അറിയില്ല. ചിലപ്പോ ഓൺ ദ സ്പോട്ടിലായിരിക്കും അപ്പുറത്തെ രാജ്യം വന്ന് ആക്രമിക്കണം. അതുകൊണ്ട് അവർ എപ്പോഴും തയ്യാറായിരിക്കണം. അപ്പൊ ഈ തയ്യാറായിരിക്കണം എന്ന് പറയുമ്പോൾ ഇവര് പഠിച്ച ഒരു ആയുധ മുറകളെല്ലാം ഇവർക്ക് എപ്പോഴും ഇങ്ങനെ ഓർമ്മയുണ്ടാവണം. അത് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ മൃഗവേട്ടകൾ ചെയ്യുന്നത്. അതായത് അവരുടെ ആയുധങ്ങൾ അവർ പരിശീലിക്കുന്നത്, ഒരു പുതിയ കാര്യം കിട്ടി അവർ പരിശീലിക്കുന്നത് മൃഗങ്ങളിലായിരുന്നു. അങ്ങനെ അന്നത്തെ രാജാക്കന്മാർക്കെല്ലാം ഈ മൃഗവേട്ട പതിവായിരുന്നു. അപ്പൊ ഇവര് ഇങ്ങനെ മൃഗവേട്ടയ്ക്ക് വേണ്ടിയിട്ട് ദശരഥ മഹാരാജാവ് പോകുന്ന സമയത്ത് ഒരു നദിക്കരയിൽ നിന്നും ഒരു ശബ്ദം, ഒരു വെള്ളം കുടിക്കുന്ന ശബ്ദം കേൾക്കും. ഇത് കേൾക്കുമ്പോ ദശരഥ മഹാരാജാവ് വിചാരിക്കും അത് എന്ന് പറയുന്നത് ഒരു മാനോ അല്ലെങ്കിൽ ഒരു ആനയോ എന്തോ വെള്ളം കുടിക്കുന്നെന്ന് വിചാരിച്ചിട്ട് ദശരഥ മഹാരാജാവ് അമ്പ് അങ്ങോട്ടേക്ക് ആ ദിശയിലോട്ട് എറിയും. ആ അമ്പ് കൊള്ളുന്നത് ഒരു ബ്രാഹ്മണ കുടുംബം, അതല്ലെങ്കിൽ ഒരു ബ്രാഹ്മണ കുട്ടിക്കായിരുന്നു. അത് ആ കുട്ടി അയ്യോ എന്ന് വിളിച്ചിട്ട് അവിടെ കിടക്കുകയാണ്. അപ്പൊ ദശരഥ മഹാരാജ് ഓടി ചെല്ലും, അയ്യോ ഒരു ബ്രാഹ്മണ കുട്ടി, ഒരു ബാലകൻ അവിടെ കിടക്കുകയാണ്. അപ്പൊ ദശരഥ മഹാരാജാവ് പെട്ടെന്ന് തനിക്ക് അറിയാതെ പറ്റിയതാണെന്ന് പറയും. അപ്പോ അദ്ദേഹം പറയും അത് കുഴപ്പമില്ല, പക്ഷെ എന്റെ വൃദ്ധരായിട്ടുള്ള കണ്ണു കണ്ടുകൂടാത്ത എന്റെ 2 മാതാപിതാക്കളുണ്ട്, അവർക്ക് അങ്ങ് പെട്ടെന്ന് വെള്ളം കൊണ്ടു കൊടുക്കും, അവർ വെള്ളം ദാഹിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് ദശരഥ മഹാരാജാവിന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ അവര് ആ ബ്രാഹ്മണ ബാലകൻ മരിക്കുകയാണ്. അപ്പൊ ഈ ദശരഥ മഹാരാജന് ആകെപ്പാടെ പേടിയായി. കാരണം വൃദ്ധനായിട്ടുള്ള അച്ഛനും അമ്മയും ഉണ്ട്, അവരിനി ആരും നോക്കും. അതുപോലെ തന്നെ തന്റെ കയ്യിൽ നിന്ന് അറിയാതെ ആണെങ്കിൽ പോലും അവിടെ ഒരു മരണം സംഭവിച്ചിരിക്കുകയാണ്. അതിനും ഉണ്ട് കർമ്മബലം. അദ്ദേഹത്തിന് അറിയാതെ ആണെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ നിന്ന് ചെയ്യുന്ന തെറ്റിനും കർമ്മബലം ഉണ്ട്. അപ്പൊ അദ്ദേഹം ഈ വെള്ളം കൊണ്ട് ആ കുടിലോട്ട്, ആ മാതാപിതാക്കള് താമസിക്കുന്ന കുടിലോട്ട് പോവാണ്. അപ്പൊ അവിടെ ഇങ്ങനെ ആ അച്ഛനും അമ്മയും ഭയങ്കരമായിട്ട് നാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ആരോ വെളിയിൽ വന്ന ശബ്ദം കേൾക്കുമ്പോ ആ അച്ഛനും അമ്മയും തന്റെ കുട്ടിയാണ് വന്നതെന്ന് വിചാരിച്ചിട്ട്, മോനെ നീ എന്താ ഇത്രയും താമസിച്ചത്, പെട്ടെന്ന് വാ, എനിക്ക് വെള്ളം ദാഹിച്ചിരിക്കുകയാണ്, ഇപ്പൊ തൊണ്ട വരണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് വരൂ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പൊ ദശരഥ മഹാരാജാവ് വെള്ളം കൊടുക്കുകയാണ്. വെള്ളം കൊടുക്കുന്ന സമയത്ത് അത് കുടിച്ചതിന് ശേഷം കൈ പിടിക്കുമ്പോഴത്തേക്കും ഇത് തന്റെ മകന്റെ കൈ അല്ല എന്ന് അച്ഛനും അമ്മയ്ക്ക് മനസ്സിലാവാണ്. അപ്പൊ ഇങ്ങനെ ആരാണ് ചോദിക്കുമ്പോ ദശരഥ മഹാരാജാവ് ഇങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് പറയുകയാണ്. ഇത് കേൾക്കുമ്പോ അച്ഛന്റെ അമ്മയുടെയും ഹൃദയം പൊട്ടിപ്പോവാണ്. അവർക്ക്
അത്രയ്ക്ക് വിഷമം ഉണ്ടാവാണ്. കാരണം അവർക്ക് ആകെ ഒരേ ഒരു മകനെ ഉണ്ടായിരുന്നുള്ളൂ തന്നെ ഈ വയസ്സാം കാലത്ത്. അതും കണ്ണ് കണ്ടുകൂടാത്തവരാണ്. അപ്പൊ ഈ വയസ്സാം കാലത്ത് നോക്കാൻ ആകെ ഒരു മകനെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ തന്റെ മകന്റെ ശവശരീരം കിടക്കുന്ന അടുത്തേക്ക് അവരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ദശരഥ മഹാരാജാവിന്റെ അടുത്ത് പറയാണ്. അങ്ങനെ ദശരഥ മഹാരാജാവ് അവരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ട് അവരെ അവിടെ കൊണ്ടുപോയി തന്റെ മകന്റെ ശരീരത്തിൽ നിന്ന് നിലവിളിക്കുകയാണ് അച്ഛനും അമ്മയും. എന്നിട്ട് ആ അച്ഛനും അമ്മയും ദശരഥ മഹാരാജാവിന് ശാപം കൊടുക്കുകയാണ്. ഇന്ന് ഞങ്ങൾ കരയുന്നത് പോലെ ഒരിക്കൽ നീയും കരയും. പുത്രനെ പിരിയുന്ന ദുഃഖത്താൽ നീയും മരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു ശാപം കൊടുക്കുകയാണ്. അപ്പൊ ദശരഥ മഹാരാജാവ് അത് സന്തോഷപൂർവ്വം സ്വീകരിക്കുകയാണ്. അദ്ദേഹം അത് സ്വീകരിക്കുക മാത്രമല്ല, കാരണം അദ്ദേഹത്തിന് ഒട്ടും തീരാ തെറ്റാണ് അദ്ദേഹം ചെയ്തത്. അതുപോലെ അദ്ദേഹം പറയുകയാണ് അച്ഛനും അമ്മയും അദ്ദേഹം സ്വന്തം അച്ഛനെയും അമ്മയും പോലെ രാജകൊട്ടാരത്തിൽ വാഴ്ത്തി നോക്കിക്കോളാം എന്ന് പറയാണ്. പക്ഷെ ഇത് പറഞ്ഞു തീരുന്നതും അതിനുശേഷം ഇദ്ദേഹം ദശരഥ മഹാരാജാവ് ഈ മകനെ ദഹിപ്പിക്കുകയാണ്. ഈ ദഹിപ്പിക്കുന്ന തീയില് അച്ഛനും അമ്മയും ചാടി അവിടെ മരിക്കുകയാണ്. അപ്പൊ ദശരഥ മഹാരാജാവിന് ആകെ പാടെ ഒരു വല്ലാത്ത സങ്കടമായിപ്പോയി. കാരണം മകനും മരിച്ചു, അച്ഛനും അമ്മയും മരിച്ചു. ആ ഒരു വിഷമം അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തിന് ആ ഒരു ഇത് വേട്ടയാടിരുന്നു. നമ്മൾ അറിയാതെ ചെയ്യുന്ന തെറ്റുപോലും എന്താണ് ഇത്രയും വലിയ പാവം ഉണ്ടാക്കുന്നതെന്ന് പറയാം. പക്ഷെ ഇവിടെ നമുക്ക് ദശരഥ മഹാരാജാവിന്റെ ആ ഒരു സത്യസന്ധത നമുക്ക്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു മര്യാദ നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹത്തിന് വേണമായിരുന്നെങ്കിൽ ആ അച്ഛന്റെ അമ്മയുടെ അടുത്ത് പോവാതിരിക്കാം. കാരണം അദ്ദേഹം ഒരു രാജാവാണ്, അവരത് അറിയാനും പോകുന്നില്ല. അദ്ദേഹത്തിന് പോവാതിരിക്കാം. അല്ലെങ്കിൽ ആ അച്ഛനും അമ്മയും പറയുന്നത് മീൻസ് അവരത് അറിയിക്കാതിരിക്കാം. തങ്ങളെല്ലാം കൊന്നത് എങ്ങനെയാണോ മരിച്ചതെന്ന് അറിയിക്കാതിരിക്കാം. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു അദ്ദേഹത്തിന്റെ ആ ഒരു വംശത്തിലുള്ള ഓരോ രാജാക്കന്മാരും, ഹരിശ്ചന്ദ്ര മഹാരാജ് ആയിക്കോട്ടെ, അംബരീക്ഷ മഹാരാജ് ആയിക്കോട്ടെ, ആ ഓരോ രാജാക്കന്മാരും പുലർത്തിയ ആ ഒരു സത്യസന്ധത അദ്ദേഹത്തിന്റെ മകനായ ശ്രീരാമസ്വാമിയും പ്രവർത്തിച്ചിരുന്നു എന്നാണ്. അങ്ങനെ അദ്ദേഹത്തിന് ആ ശാപം കിട്ടാണ്. അദ്ദേഹം തിരിച്ച് അയോധ്യയിൽ പോവാണ്. അങ്ങനെ അയോധ്യയിൽ പോയ സമയത്ത് ഇനി പുത്രന്മാരുണ്ടാവാൻ വേണ്ടി എന്ത് ചെയ്യണം എന്ന് പറയുമ്പോൾ പുത്രകാമേഷ്ടി യാഗം ചെയ്യണം എന്ന് പറയുകയാണ്. അങ്ങനെ പുത്രകാമേഷ്ടി യാഗം ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുന്നത് വൃഷ്യശൃംഖനെയാണ്. അത് വന്നിട്ട് ശാന്തയുടെ ഭർത്താവാണ് വൃഷ്യശൃംഖൻ. അപ്പം വൃഷ്യശൃംഖൻ എന്ന് പറഞ്ഞ ഋഷിയെ വിളിക്കുകയാണ്. അതായത് ആരുടെ, നമ്മുടെ അദ്ദേഹത്തിന്റെ തന്നെ പുത്രിയായ ശാന്തയുടെ ഭർത്താവാണ് വൃഷ്യശൃംഖൻ. അതെങ്ങനെയാന്ന് വെച്ചാല് ഈ ശാന്തയെ വളർത്താൻ കൊണ്ടുപോയില്ലേ, ആ രാജ്യത്ത് മഴയില്ലായിരുന്നു. അപ്പൊ ഈ വൃഷ്യശൃംഖൻ വന്നാണ് അവിടെ മഴ ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ തന്റെ പുത്രിയെ അദ്ദേഹത്തിന് വിവാഹം കഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ വൃഷ്യശൃംഖൻ പുത്രകാമേഷ്ടി യാഗം ചെയ്യാണ്. അപ്പൊ അവിടുന്ന് അദ്ദേഹത്തിന് ഒരു പായസം കിട്ടാണ്. പുത്രകാമേഷ്ടി യാഗത്തിൽ നിന്ന് ഒരു പായസം കിട്ടാണ്. ആ പായസം തന്റെ പത്നിമാരെല്ലാം എന്താണ് എല്ലാരും കൂടെ ഇത് ഡിവൈഡ് ചെയ്ത് അത് കഴിക്കുകയാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിന് 4 പുത്രന്മാരുണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ അയോധ്യയിലെ അല്ലെങ്കിൽ സൂര്യവംശത്തിലെ 67ാമത്തെ രാജാവായിട്ട് ശ്രീരാമസ്വാമി ജനിക്കുകയാണ്. അപ്പൊ ഇതാണ് അദ്ദേഹത്തിന്റെ, ശ്രീരാമസ്വാമിയുടെ ആ ഒരു വംശത്തിന്റെ കഥ. നമ്മളെപ്പോഴും രാമായണം പഠിക്കുമ്പോൾ നമുക്കറിയുന്നത് ദശരഥനിൽ നിന്നും ശ്രീരാമസ്വാമി വന്നു എന്ന ഒരു കഥയാണ് നമുക്കറിയാന്നുള്ളത്. പക്ഷെ ശരിക്കും നമ്മളത് പഠിക്കുമ്പോൾ നമുക്ക് ആദ്യം തൊട്ട് പഠിച്ചാലേ കാരണം നമുക്കിവിടെ ശ്രീരാമസ്വാമി അത്രയും ഉത്തമനായിട്ടുള്ള, അദ്ദേഹത്തിന്റെ ലൈഫ് മുഴുവൻ അദ്ദേഹത്തിന്റെ പൂർവികരിൽ നിന്ന് കിട്ടിയ ആ ഒരു കഴിവും അതുപോലെ ആ ഒരു സത്യസന്ധതയും മര്യാദയും എല്ലാം അദ്ദേഹത്തിന്റെ ലൈഫ് മുഴുവൻ അദ്ദേഹം പാലിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ പറയാം. അപ്പോ ഗോപിക മോൾക്കും അതുപോലെ തന്നെ വൈഷ്ണവി മോൾക്കും സ്നേഹത്തോടെ 2 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം यदि आत्मभूतो
तबे की हुई तो ये जीवन बहित किसे। यदि प्रभुपाद न हुई तो तबे की हुई तो ये जीवन बहित किसे। निताय गौरेर अपार करुणा खेदित सकल देशे। निताय गौरेर अपार करुणा खेदित सकल देशे। यदि प्रभुपाद न हुई तबे की हुई तो ये जीवन बहित किसे। पश्यते रजत पापी दुराचारी शून्यवादी मायावादी। तदेर उद्धार करिबारे मान हेन कोण दयानिधि। तदेर उद्धार करिबारे मान हेन कोण दयानिधि। यदि प्रभुपाद न होय तबे की हुई तो ये जीवन बहित किसे। तदेर निकाते कुंजनासी बेलायता हरिना। तदेर निकाते कुंजनासी बेलायता हरिना। सभ्य जीव रूपे गणित तदेर के हुई तो गोया। यदि प्रभुपाद न हुई तबे की हुई तो ये जीवन बहित किसे। निताय गौरेर अपार करुणा खेदित सकल देशे। यदि प्रभुपाद न हुई तबे की हुई तो ये जीवन बहित किसे। दिश दिशे हरि विग्रह सेवा आरती रात्रि दिने। हे दिशे दिशे हरि विग्रह सेवा आरती रात्रि दिने। रथ यात्रादि महोत्सव शोभो से कैतको जते। यदि प्रभुपाद न हुई तबे की हुई तो ये जीवन बहित किसे। गीता भगवत चैतन्य चरित प्रेमामृत रस सरो। गीता भगवत चैतन्य चरित प्रेमामृत रस सरो। कदन सुंदर सरल करिय के बुझैत आर। यदि प्रभुपाद न हुई तबे की हुई तो ये जीवन बहित किसे। कत कष्ट सही प्रीतमाने रही के बदीता हरिना। कत कष्ट सही प्रीतमाने रही के बदीता हरिना। खेदिता मधेर पुरी वृंदावन मायापुर मत धाम। खेदिता मोदेर पुरी वृंदावन मायापुर मत धाम। यदि प्रभुपाद न हुई तबे की हुई तो ये जीवन बहित किसे।
परम मंगल श्री चैतन्य महाप्रभुरा शिक्षाधाना आचरे प्रचारे सदा मधेरे के करिता नियोजन यदि प्रभुपाद न हुई तो बेकी हुई तो ये जीवन बहित किसे प्रेम कल्पतरो नित्य गौरेरा प्रेम कल्पतरो नित्य गौरेर कृपा कनल बिबारे निरवधि जय पताका हृदय तोमार शरण कोरे निरवधि जय पताका हृदय तोमारे शरण कोरे यदि प्रभुपाद न होई तो बेकी होई तो ये जीवन बहित किसे निताय गौरेर अपार करुणा खेदित सकल देशे यदि प्रभुपाद न हुई तो बेकी हुई तो ये जीवन बहित किसे। हरे कृष्णा।